പൂഞ്ഞാർ MLA ശ്രീ MJ സെബാസ്റ്റ്യൻ നമുക്ക് ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ശ്രീ MJ സെബാസ്റ്റ്യൻ, സാഹചര്യം എന്താണ്? സാഹചര്യമാണ് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കുന്ന ഒരു മണ്ഡലം പൂഞ്ഞാർ നിയോജക മണ്ഡലമാണ്. ഞാൻ നിലവില് ഉണ്ട്, പക്ഷെ മൂവ് ചെയ്യാൻ പറ്റുന്ന പല സ്ഥലങ്ങളിലും മൂവ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ പ്രാദേശികമായ ഓരോരുത്തരെയും വിഭജിപ്പിച്ചുകൊണ്ടുള്ള രക്ഷാപ്രവർത്തനം ആസൂത്രണം ചെയ്യുകയാണ്. കാരണം വഴികള് ഒന്നും തന്നെ പോലീസിനോ ബന്ധപ്പെട്ട അധികാരികൾക്കോ മൂവ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ ഇവിടെ പല സ്ഥലത്തും എത്തപ്പെടാത്തത് കൊണ്ട് ഓരോ സ്ഥലത്തുള്ള പ്രാദേശികമായ എവിടെയാണുള്ളത് ശ്രീ MJ സെബാസ്റ്റ്യൻ? ഏതാ ഇതിലെ താഴോട്ട്. അപ്പൊ എമർജൻസി ടീമിന്റെ വണ്ടി അവിടെ കിടക്കുന്ന അവര് അങ്ങോട്ട് വരാൻ അല്ല ഇങ്ങോട്ട് കയറുന്നുണ്ട്. ശ്രീ MJ സെബാസ്റ്റ്യൻ, കേൾക്കാമെങ്കിൽ അങ്ങിപ്പോൾ എവിടെയാണ്, ഏത് പ്രദേശത്താണ്? ഞങ്ങൾ ഒരു വീട് കംപ്ലീറ്റ് മണ്ണിനടിയിൽ പോയി, പയ്യാനിത്തോട്ടം എന്ന് പറഞ്ഞ സ്ഥലത്ത്. അങ്ങോട്ട് ആളുകളെ ഒന്ന് എത്തിക്കാനുള്ള ശ്രമത്തിലാണ്. കൂടാതെ വഴികളെല്ലാം കംപ്ലീറ്റ് വെള്ളം കയറി ബ്ലോക്കാണ്. ഇരട്ടപേട്ട ടൗൺ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളെല്ലാം പൂർണ്ണമായും വെള്ളത്തിനടിയിലാണ്. ശരി 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 ശ്രീ MJ സെബാസ്റ്റ്യൻ, അങ്ങ് കാര്യങ്ങൾ ഏകോപിപ്പിക്കൂ. സാഹചര്യം മനസ്സിലാവുന്നുണ്ട്. ഇപ്പോൾ അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ ഒരു വീട് കൂടി മണ്ണിനടിയിൽ പെട്ടു എന്നൊരു വാർത്ത കൂടി വരുന്നുണ്ട്. അദ്ദേഹം ഇപ്പോൾ അക്കാര്യമാണ് പറഞ്ഞത്. അവിടേക്ക് പോവുകയാണ്. അവിടെ വലിയ ഗതാഗത തടസ്സവും നിലനിൽക്കുന്നുണ്ട് ഈ ഭാഗങ്ങളിൽ. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ കോട്ടയത്ത് മഴക്കെടുതി രൂക്ഷമാണ്. പലയിടങ്ങളിലും പാല, ഈരാറ്റുപേട്ട, അതേപോലെ ഈരാറ്റുപേട്ട, തൊടുപുഴ ഭാഗങ്ങളിലൊക്കെ ഗതാഗത സ്തംഭനമാണ്. അതിനിടയിലാണ് രക്ഷാപ്രവർത്തകർക്ക് കാര്യങ്ങൾ ഏകോപിപ്പിക്കേണ്ടി വരുന്നത് കൂടി. അപ്പോൾ ഈ പറഞ്ഞതുപോലെ എല്ലായിടങ്ങളിലും മഴക്കെടുതി നിലനിൽക്കുന്നുണ്ട്. മണ്ണിടിച്ചിലുണ്ട്, ഉരുൾപൊട്ടലുണ്ട്. കോട്ടയത്തെ കാര്യം പറയുകയാണെങ്കിൽ കോട്ടയത്ത് ഇതിനകം തന്നെ 3 ഇടങ്ങളിലാണ് ഉരുൾപൊട്ടൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഇന്നലെ മുതൽ തുടങ്ങിയ മഴയാണ്. കിഴക്കൻ മേഖലയിലും, കോട്ടയത്തിൻ്റെ കിഴക്കൻ മേഖലയിലും ശക്തമായ മഴ. 3 ഉരുൾപൊട്ടലുണ്ട്. KSRTC പാലാ ഡിപ്പോയിലെ ഡ്രൈവർ രാജേഷിൻ്റെ വീടാണ് നമ്മൾ നേരത്തെ കണ്ട പോലെ അത് ഏറെക്കുറെ ഒലിച്ചുപോയ അവസ്ഥയിലെത്തി. ഇപ്പോൾ ഒരു വീടിന് മുകളിൽ മണ്ണ് വീണ് കിടക്കുന്നു. അങ്ങനെ കോട്ടയത്ത്, പത്തനംതിട്ടയിൽ, അതേപോലെ മറ്റ് പല സ്ഥലങ്ങളിലും ഈ 2 ജില്ലയിലാണ് ഏറ്റവും ഗുരുതരമായ സാഹചര്യം ഉള്ളത്.